1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂരിലെ 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയതായി പരാതി. നിലമ്പൂർ ഡിവൈഎസ്പിക്ക് പണം നിക്ഷേപിച്ച 4 പേർ പരാതി നൽകി. നിലമ്പൂരിൽ 2017 മുതൽ നടത്തിവരുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത്. പ്രവർത്തിച്ചു വരുന്ന 2 ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമകൾ ഒന്നു തന്നെയാണ്. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ ജോലിക്കായി എത്തിയപ്പോഴാണ് 2 ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ടുവീണതായി കണ്ടത്. ഒന്ന് ബാങ്കായും രണ്ടാമത് ചിട്ടി നടത്തുന്ന ധനകാര്യ സ്ഥാപനവുമായാണ് പ്രവർത്തിക്കുന്നത്. എടക്കര സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പൂട്ടി ഉടമകൾ മുങ്ങിയിരിക്കുകയാണ്. നിലമ്പൂരിലെ 2 സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ ഉൾപ്പെടെ 14 ബ്രാഞ്ചുകൾ ഇവർക്കുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. നിലമ്പൂരിലെ 2 പണമിടപാട് സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപനങ്ങളിൽ സ്ഥിരം ഡെപ്പോസിറ്റ് ഇട്ടവരും ദിവസച്ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും കൂട്ടമായി നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തേക്ക് എത്തിയത്. കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും എത്തിയിരുന്നു. നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന് 4 പേരാണ് പരാതി നൽകിയിട്ടുള്ളത്. പരാതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ലഭിച്ചിട്ടുള്ളതെന്നും അന്വേഷണം ആരംഭിച്ചതായും ഡിവൈഎസ്പി ജി ബാലചന്ദ്രൻ പറഞ്ഞു. വിവാഹാവശ്യങ്ങൾക്കുൾപ്പെടെ പണം നിക്ഷേപിച്ച 100 കണക്കിന് ആളുകൾക്കാണ് ലക്ഷങ്ങൾ ലഭിക്കാനുള്ളത്. ചിട്ടി ലഭിച്ചിട്ടും മാസങ്ങളായി പണം ലഭിക്കാത്തവരും ഇതിലുണ്ട്. ധനക്ഷേമത്തിന് 1 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്താണ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്. അത് ചെയ്തിട്ട് 1 കൊല്ലം കഴിഞ്ഞാൽ 1,13,000 കിട്ടുന്നതാണ്. ആ 1,13,000 ചെക്ക് 16/11/2024 ചെക്ക് തന്നു. അപ്പോൾ 16-ാം തീയതി എസിൻ്റെ അക്കൗണ്ടിലെ ബാങ്ക് SBI ആണ്. ആ SBIയിൽ ചെക്ക് കൊണ്ട് കൊടുത്തു. 2 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം പൈസ തരുന്നതാണ്. അപ്പോൾ ഇന്നാണ് കാണാത്തത്. ഇന്ന് ചെന്നപ്പോൾ ഇങ്ങനെ ചെക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് എന്താ ചെയ്യേണ്ടത്? ചെക്ക് കൊണ്ടുകൊണ്ട് നേരെ ബാങ്കിൽ പോയി കൊടിയായിരുന്നു. ഇവിടെ കിട്ടുന്നവരാണ്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ബാങ്ക് അടച്ചിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൂട്ടിയുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് വർഷം 13,000 രൂപ പലിശ ലഭിക്കുമെന്നതിനാലാണ് പലരും പണം നിക്ഷേപിച്ചത്. ഇവർക്ക് ചെക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ബാങ്കുകളിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. പണം തിരിച്ചു കിട്ടിയാൽ മതിയെന്നാണ് നിക്ഷേപകരിൽ പലരും പറയുന്നത്. അതിനാലാണ് 200ഓളം പേർക്ക് പണം നഷ്ടമായെങ്കിലും പരാതികൾ 4-ൽ ഒതുങ്ങാൻ കാരണം. 1 ലക്ഷം മുതൽ 25 ലക്ഷം വരെ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടും. നിലമ്പൂർ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന പല സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയിട്ടുണ്ട്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് പലരും നിക്ഷേപകരെ വലവീശി പിടിക്കുന്നത്. ചട്ടങ്ങൾ പാലിക്കാതെ സ്വകാര്യ വ്യക്തികളും സ്ഥാപന ഉടമകളും ചിട്ടികളും മറ്റും നിലമ്പൂർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതായും സൂചനയുണ്ട്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പണമിടപാടുകളായതിനാൽ പോലീസിന് നടപടികൾ സ്വീകരിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ട്. പരാതി നൽകിയാൽ പണം തിരിച്ചു കിട്ടാൻ കാലതാമസം എടുക്കുകയോ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയും പണം നിക്ഷേപിച്ചവരെ അലട്ടുന്നുണ്ട്. കളക്ഷൻ ഏജന്റുമാരും ജീവനക്കാരും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ജീവനക്കാർ സ്ഥാപനങ്ങൾ തുറക്കാനെത്തിയപ്പോൾ മാത്രമാണ് സ്ഥാപനങ്ങൾ പൂട്ടിയ വിവരം അറിയുന്നത്. ഈസ്റ്റ് ലൈൻ, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton